കെ മോഹൻ ബഗാനിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള യുവതാരം ശുഭഘോഷിന്റെ ട്രാൻസ്ഫറിന് ക്ലിയറൻസ് നൽകിയ IFAF പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി. കെ മോഹൻ ബഗാനിലേക്കുള്ള നൊണ്ടാമ്പനോറത്തിന്റെ മാറ്റവും ശുഭഘോഷിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള മാറ്റവും വെവ്വേറെയാണെന്നും അവ പരിഗണിക്കേണ്ടതും അതേ രീതിയിലാണെന്നും കമ്മിറ്റി വ്യക്തമാക്കി. 7ാം സീസൺ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ലോൺ കരാറിൽ നൊണ്ടാമ്പനോറം കെ മോഹൻ ബഗാനിലെത്തിയപ്പോൾ 3 വർഷത്തെ മുഴുനീള കരാറിലാണ് ശുഭഘോഷ് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. എന്നാൽ പിന്നീട് നൊണ്ടാമ്പനോറത്തിന് ACL ഇഞ്ചുറി കണ്ടെത്തിയതിനെ തുടർന്നാണ് ശുഭഘോഷിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള മാറ്റം അസാധുവാക്കാൻ കെ മോഹൻ ബഗാനെ പ്രേരിപ്പിച്ചത്. ശുഭയെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായി എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നും പ്ലെയർ രജിസ്ട്രേഷൻ വകുപ്പിന് സമിതി നിർദ്ദേശം നൽകി. ഫെബ്രുവരി 25-ന് മുമ്പായി സമിതിയുടെ ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ ചെയ്യാനുള്ള മാർഗം മാത്രമാണ് ഇനി കെ മോഹൻ ബഗാന് മുന്നിലുള്ളത്. കിബു വിക്കൂനയ്ക്ക് കീഴിൽ കഴിഞ്ഞ സീസൺ ലീഗ് നേടിയ മോഹൻ ബഗാൻ ടീമിനായി മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. പകരക്കാരനായി ഇറങ്ങി 3 തവണ അദ്ദേഹം ഗോളും നേടിയിരുന്നു. 3 വർഷത്തെ കരാറുള്ളതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി വാഗ്ദാനമായേക്കാവുന്ന ശുഭഘോഷ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം പരിശീലനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ബഗാന്റെ താരമായി അവസാന മത്സരം കളിച്ച ശുഭഘോഷിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.